കോൺഗ്രസിൽ പുതിയ അധ്യക്ഷൻ വന്നിരിക്കുന്നു. സാമുദായിക സമവാക്യങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ലക്ഷ്യം കോൺഗ്രസ് നോക്കുന്നുമുണ്ട്. എന്താവും ഈ മാറ്റത്തിൻ്റെ ഒരു ഫലം? കോൺഗ്രസ് ഒരു വലതുപക്ഷ പാർട്ടിയാണല്ലോ. അത് എല്ലാ കാലത്തും ഈ സമുദായങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും അതിൽ ഒരു ഡെമോക്രാറ്റിക്കായിട്ട് അതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡെമോക്രാറ്റിക്കായിട്ട് എല്ലാ സാമുദായിക സംഘടനകൾക്കും ഒരു പ്രാതിനിധ്യം കൊടുക്കാൻ എല്ലാ കാലത്തും കോൺഗ്രസ് ശ്രമിക്കും. അവരുടെ ഇൻട്രസ്റ്റുകളും അധിഷ്ഠിതമായിട്ടുള്ളതും ജാതി അടിസ്ഥാനത്തിലുള്ള ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസ്. മതേതരം എന്നൊക്കെ പറയുന്നത് മതസൗഹാർദ്ദം എന്ന നിലയിലാണ് മതേതരത്തിനെ അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാലത്തും ഈ ക്രിസ്ത്യൻ ലോബീനെയും പ്രത്യേകിച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട് നല്ല ടൈപ്പ്. അതാണല്ലോ ഇവിടെ നമ്മളിപ്പോൾ എറണാകുളത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ എറണാകുളത്ത് എത്ര നല്ല സ്ഥാനാർത്ഥികൾ കൊണ്ട് നിർത്തിയാൽ ഹൈബ്രിഡിനെ ജയിക്കും. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ആ ലിങ്കാണ്. അപ്പം അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും അത് ജാതി ഏതാണോ മേൽക്കൈ നിൽക്കുന്നത് അവിടെയൊക്കെ അതാത് ജാതികളുമായി ബന്ധപ്പെട്ട മതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മലപ്പുറത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും അവരുടെ ലീഡേഴ്സിനെ പ്രൊജക്റ്റ് ചെയ്തത്. എ കെ ആൻ്റണിയെ സംബന്ധിച്ച് തൊഴിലാളികൾക്കും ജനങ്ങൾക്കും എന്ത് ചെയ്തിട്ടാണ് എ കെ ആൻ്റണീനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കുക, എല്ലാ അർത്ഥത്തിലുള്ള ഇതിൽ കൊണ്ടുവരാൻ എ കെ ആൻ്റണി സഭയുമായുള്ള ബന്ധം, ഉമ്മൻചാണ്ടി സഭയുമായിട്ടുള്ള ബന്ധം, കെ കരുണാകരൻ ഈവൻ ഹിന്ദു ആണെങ്കിൽ പോലും ജാതീയം അന്ന് കാലത്ത് BJP വലിയ രീതിയിൽ കെ കരുണാകരനെ സഹായിച്ചുകൊണ്ടിരുന്നു. BJPക്ക് ഒരു സീറ്റ് പോലും ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് വലതുപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന നിലയിൽ അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ കെ കരുണാകരൻ. അതുകൊണ്ട് കൃത്യമായും എല്ലാ സ്ഥലത്തും വോട്ടുമറിക്കുക എന്ന് പറയുന്നതാണ് കരുണാകരൻ ആവശ്യപ്പെടുന്ന വോട്ടുമറിച്ചു കൊടുക്കുകയാണ് BJP ചെയ്തുകൊണ്ടിരുന്നത്. അത് BJPക്കാർക്കും അറിയാം, നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരു പരമസത്യമാണ്. അപ്പോൾ എന്നും കോൺഗ്രസ് അങ്ങനെ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടും കോൺഗ്രസ്സിന് അതിൽ ഇനി ഉള്ള കാലത്ത് വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പള്ളിയുടെ സ്വഭാവത്തിൽ കോൺഗ്രസ്സിനോടുള്ള സമീപനത്തോട് ഒപ്പം BJPയിലേക്ക് കുറച്ച് ക്രിസംഗി എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകളായിട്ട് ഈ പള്ളിയും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളും ക്രിസ്ത്യൻ വിഭാഗങ്ങളും അതിൻ്റെ അധികാര സെൻറ്റേഴ്സിനെ, സാധാരണ വിശ്വാസികളല്ല, അധികാര സെൻറ്റേഴ്സിനെ കേന്ദ്രം പ്രത്യേകിച്ച് BJP വളഞ്ഞിട്ട് നിൽക്കണം. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ചത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ വോട്ടല്ല, യഥാർത്ഥത്തിൽ മറിഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻ വോട്ടാണ്. 3-4 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അതിന് ഡൽഹി ബിഷപ്പ് തൃശ്ശൂർ വരികയും അതനുസരിച്ച് കൃത്യമായും ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടും ക്രിസ്ത്യൻ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതിന് ധാരണയുണ്ടായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് അങ്ങനെ ഇപ്പോൾ ക്രിസ്ത്യൻ ഒരു എന്താ പറയുക UDFൻ്റെ കൺവീനർ വന്നതുകൊണ്ടോ ക്രിസ്ത്യൻ ഒരു അധ്യക്ഷൻ വന്നതുകൊണ്ടോ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അടൂർ പ്രകാശിനെ UDF കൺവീനറാക്കുന്നു, MMS പതിയെ മാറ്റുന്നു. പക്ഷേ ഇവിടെ കോൺഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് MMS മാറ്റിയാൽ മുസ്ലിങ്ങളുടെ വോട്ട് പോകില്ല, അത് മുസ്ലിം ലീഗ് വഴി UDFലേക്ക് വരും. പക്ഷേ അടൂർ പ്രകാശിനെ വയ്ക്കുമ്പോൾ ഈഴവ പ്രാതിനിധ്യം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടെ കോൺഗ്രസ് കാണുന്നുണ്ട്. ഇതൊരു സന്തുലിതാവസ്ഥ കൊടുക്കുവോ? സന്തുലിതാവസ്ഥയാണ്. അതായത് ഇന്നത്തെ രാജ്യത്തിൻ്റെ സാഹചര്യം നേരത്തെ കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്ന രീതിയിൽ ഇനി കോൺഗ്രസിന് പറ്റില്ല. കാരണം ഈ ജാതി സമവാക്യങ്ങൾ തന്നെയാണ് ആരുപയോഗിക്കുന്നത് കേന്ദ്രത്തിൽ സർക്കാർ. പള്ളികളെ സംബന്ധിച്ച് അവരെ കേന്ദ്രത്തിൽ ഭരണം കോൺഗ്രസിനാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ. കോൺഗ്രസിന് കേന്ദ്രത്തിൽ ഭരണമില്ല, ഭരണത്തിലിരിക്കുന്ന ആളുകൾ വഴിയാണ് ഫണ്ട് കിട്ടുള്ളൂ. ഇവിടുത്തെ മുഴുവൻ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലേക്കും പള്ളികളിലേക്കും നല്ല രീതിയിൽ പുറത്തുനിന്ന് ഫണ്ട് വരുന്ന സ്ഥാപനങ്ങളാണ്. ഈ ഫണ്ട് വരുന്ന സ്ഥാപനങ്ങളെ ഒന്ന് ഡൽഹിയിൽ മുറിക്കിയാൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പല ക്രിസ്ത്യൻ പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഭാഗങ്ങളെയും മറിക്കാൻ പറ്റുന്ന ആളുകളാണ് ഇന്ന് സെൻട്രലിൽ ഭരിക്കുന്നത്. സംഭവം ശരിയാണ്, ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടത്തുന്നവർ തന്നെയാണ് BJPക്കാർ. അവർക്ക് യാതൊരു താല്പര്യവും ക്രിസ്ത്യാനികളോടില്ല. പക്ഷെ വോട്ട് കിട്ടിയാൽ ആർക്കും കഴിക്കില്ല. അധികാരത്തിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്.
ഈ ഹിന്ദുത്വ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കളിക്കുന്നതും അധികാരത്തിന് വേണ്ടിയാണ്. സ്വാഭാവികമായും ഇപ്പോൾ തൃശ്ശൂർ കൂടുതൽ മേൽക്കൈ ക്രിസ്ത്യൻ വിഭാഗത്തിനുണ്ട്. അപ്പോൾ ഒരു വശത്ത് ഹിന്ദുക്കളുടെ വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, മറുവശത്ത് ക്രിസ്ത്യാനികളുടെ വോട്ടും കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടു. അതിനെ മറികടക്കാൻ അവിടുത്തെ ഇടതുപക്ഷത്തിന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈവൻ ഇതൊക്കെ അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയായി ഇടതുപക്ഷത്തിന്. അതാണ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ. പിന്നെ അവിടെ ജയിക്കാനുള്ള വേറൊരു കാര്യങ്ങൾ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 5 വർഷം മുന്നേ തന്നെ പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും BJPയുടെ നല്ല വർക്കുണ്ടായിരുന്നു. മാത്രമല്ല കള്ളവോട്ട് ധാരാളമായി ചേർത്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല സ്ഥലത്തു നിന്നുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് അവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളാണ് ഈ വോട്ടിംഗ് സിസ്റ്റം എല്ലാം ഈ MP തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അവിടെയെല്ലാം കള്ളപ്പേരിൽ ഒരേ ആളുകളെ തന്നെ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വോട്ടിംഗ് സ്ലിപ്പോട് കൂടി അവർക്ക് അവിടെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. ഇതൊക്കെ വളരെ ബോധപൂർവം നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കോൺഗ്രസ്സിന് കുറച്ചും കൂടി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഏറ്റെടുക്കുക എന്ന് പറയുന്നതാണ് കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം. പക്ഷെ കേരളത്തിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവമേ കാണിക്കണില്ല കോൺഗ്രസ്. നമ്മൾ ഫീൽ ചെയ്യും, നമുക്ക് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. കുറേ ആളുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നേരത്തെ രമേശ് ചെന്നിത്തല കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇഫക്റ്റീവായിട്ട് തീരണമെങ്കിൽ അവർ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യണം. അതിന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കാര്യങ്ങൾ ചെയ്യാൻ ജാതി സമുദായം കൊണ്ട്, ജാതി സമവാക്യങ്ങൾ കൊണ്ട് എന്നും രക്ഷപ്പെടാമെന്ന് കരുതിയിരുന്നവരാണ് അവർ. അതവർക്ക് കഴിയണേയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുനമ്പം പ്രശ്നം ഉണ്ടായതും ഈ പറയുന്ന നേതൃത്വത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ മുസ്ലിം ലീഗ് ഇടഞ്ഞു നിൽക്കുകയാണ് ഈ മുനമ്പം പ്രശ്നത്തിൽ. VD സതീശൻ്റെ നിലപാടിനോട് മുസ്ലിം ലീഗിന് യോജിപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ ഇനി ഒരിക്കൽ കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരാതിരുന്നാൽ മുസ്ലിം ലീഗ് എന്നേക്കുമായി UDFൽ നിന്ന് വിട പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി മതേതരമായി നിൽക്കുന്ന മുസ്ലിം ലീഗിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിലപാടെടുക്കുകയാണ് CPM എങ്കിലും CPMഉം മുസ്ലിം ലീഗും ഐക്യപ്പെടുന്നത്. പണ്ട് അങ്ങനത്തെ ഐക്യം ഉണ്ടായിരുന്നല്ലോ. അത് ആ ഐക്യം പുനഃെടുക്കുന്നതിൽ മുസ്ലിം ലീഗ് രണ്ടിലൊന്നും ആലോചിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് പിന്നീട് കോൺഗ്രസിൻ്റെ നശീകരണത്തിലേക്ക് പോകും. പിന്നെ CPM എന്ന് പറയുന്ന പാർട്ടി ഏത് നിലയ്ക്ക് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലും പ്രശ്നം ഉണ്ടാവില്ലേ? CPM ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നമ്മൾക്ക് അധികാര പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ജാതി സമവാക്യങ്ങളും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ പാർട്ടികളും ചെയ്യുന്നത്. ഇപ്പം തീവ്ര ഇടതുപക്ഷം പറയുന്ന ആളുകളും നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ നിന്ന് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കുക എന്നുള്ളതാണ്. ഒരു പഞ്ചായത്തിൽ ഇപ്പം എല്ലാവരും പഞ്ചായത്തിൽ ഒരു വാർഡിലേക്ക് ഒരാൾ നിൽക്കുമ്പോൾ ആ വാർഡിൽ ഏത് ജാതിക്കാണ് മേൽക്കൈന്ന് നോക്കിയിട്ടാണ് അവിടെ സീറ്റ് നിർണ്ണയിക്കുന്നത് എല്ലാ പാർട്ടികളും. അതിപ്പോൾ ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി CPMലേക്ക് കയറുമ്പോൾ CPMൽ വലിയ വോട്ടായിട്ടുള്ള പിന്നാക്ക വിഭാഗം, അതായത് ഈഴവർ, പിന്നെ വലിയൊരു വിഭാഗമായി നിൽക്കുന്ന നായർ, പിന്നെ പിന്നോക്ക ജാതികൾ, ഇതെല്ലാം അങ്ങനെ നായരെ പറയണല്ലേ ഞാൻ. ഈ നായരൊക്കെ കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നല്ലോ ഈഴവ വോട്ടുകൾ. അങ്ങനെ മുസ്ലിം ലീഗ് വന്നതുകൊണ്ടൊന്നും ഈഴവ വോട്ടുകൾ പോകുമെന്ന് ഞാൻ കാണുന്നില്ല. പക്ഷെ മുസ്ലിം ലീഗ് വരുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയം ഉണ്ടല്ലോ. ഞാനതിലൊരു ഉദാഹരണം പറഞ്ഞത്, ഈ വയനാട് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഈ പച്ചക്കൊടികൾ ഒഴിവാക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ്? ആ ഒരു സാഹചര്യം CPMന് ഫേസ് ചെയ്യേണ്ടി വരും ഇന്നത്തെ ഇന്ത്യയിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.